മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ ഒരു നടനാണ് സുബീഷ് സുധി. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരിക്കുകയാണ് ആ സിനിമ. ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ റിലീസ് ചെയ്യണമെന്നൊരാവശ്യമൊക്കെ നമ്മൾ പല സോഷ്യൽ മീഡിയയിലും പല പോസ്റ്റുകളിലുമൊക്കെ കണ്ടു. നമ്മളോടൊപ്പം സുബീഷ് സുധി ചേരുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ചേട്ടാ, ഒരു വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ കണ്ടത്. 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, DCP വിളിച്ചു, സംസാരിച്ചു, അങ്ങനെയൊക്കെ ആ പോസ്റ്റിലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ ഭാരത സർക്കാർ എന്ന് പറഞ്ഞ സിനിമ 2024 മാർച്ച് 8 ഇറങ്ങിയത്. അപ്പോൾ അത് നല്ല സിനിമയായിരുന്നു. ആ സമയത്ത് തിയേറ്ററുകളിൽ ഹിറ്റ് സിനിമകൾ ഓടിക്കൊണ്ടിരുന്ന സമയമാണ്. പിന്നെ റംസാനായിരുന്നു. അങ്ങനെ ആ സിനിമ നല്ല സിനിമ എന്ന നിലയിൽ നമുക്ക് തിയേറ്ററിൽ സക്സസ് ഇല്ലെങ്കിലും OTT കച്ചവടം നടക്കുന്ന രീതിയിൽ നമ്മൾ നീങ്ങി. അങ്ങനെ ബോംബെയിൽ പോയി കുറേ ഏജൻറ്റുമാർ പറ്റിച്ചു. പിന്നെ കുറേ നല്ല ആൾക്കാരെ നമ്മൾ സഹായിച്ചു. പക്ഷേ അവർക്കൊന്നും ആ സിനിമ ഇതിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ കുറേ ശ്രമിച്ചു. പിന്നെ ഞാനിത് കടം വീട്ടാൻ വേണ്ടിയിട്ട് വേറെ പല വഴികൾ നോക്കി, ഒന്നും നടന്നില്ല. അപ്പം ഈ പൈസക്കാരോ ബുദ്ധിമുട്ടുകൾ, പിന്നെ വീടുകളിലൊക്കെ കയറി വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മാനസികമായി തകർന്നു. ഇനി ഒരു വഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി പറഞ്ഞ പോലെ ഈ സിനിമ ഇപ്പോൾ എല്ലാവരും പറയുന്നത് റിലീസ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ അയച്ചില്ല, ഒരു സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചാൽ നമ്മളെ, കാരണം നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ പൈസ സഹായം QR കോഡ് അയക്കുന്നെല്ലാം പറയും. പക്ഷേ അങ്ങനത്തെ ഒരു പൈസ കൊണ്ട് അവരോട് നമുക്ക് കടപ്പാട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് റിലീസ് ചെയ്ത് എന്തായാലും ഈ പടം സിനിമ കണ്ട് വിജയിപ്പിക്കും. അതെ 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 അതാണ് നമ്മളൊരു ആഗ്രഹം. ഇപ്പോൾ എന്തായിരുന്നു ആ സിനിമയ്ക്ക് സംഭവിച്ചത്? എന്താണ്? എനിക്ക് തോന്നുന്നു പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ് ആ സിനിമകൾക്കൊപ്പമാണ് ഇത് ഇറങ്ങിയത്. അപ്പോൾ വേണ്ട സ്വീകാര്യത കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല. പിന്നെ നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരൻ ഒരു പിന്നെ നായകനാകുമ്പോൾ അത് ചില കോണുകളിൽ ഒരു അനിഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്നെ ഇപ്പോൾ അങ്ങനെയല്ല, സിനിമയിൽ അഭിനയിക്കാൻ പോലും ആരും വിളിക്കില്ല. പിന്നെ നമ്മൾ വിളിച്ചാലും പോലും ആരും, കുറേ ആൾക്കാർ ഫോൺ എടുക്കും. പക്ഷേ ഇന്നലെ തൊട്ട് എനിക്ക് ഭയങ്കര ലിജുവായിട്ടും വിളിച്ചു. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇർഷാദൊക്കെ വിളിക്കുന്നുണ്ട്, ഡയറക്ടർ മുസ്തഫ, കുറേ ആൾക്കാർ എന്നെ വിളിച്ചു, മഞ്ജു പത്രോസ്, കുറേ ആൾക്കാർ എന്നെ വിളിച്ചു. കുറേ കോൾ എടുക്കാൻ പറ്റുന്നില്ല. ആരൊക്കെ കോളുണ്ട്. പിന്നെ ഞാനൊക്കെ കോൾ എടുക്കാൻ പേടിയാണ്. എന്ന് വെച്ചാൽ ഈ കടം കൊടുക്കാനുള്ള ഒരു നമ്പർ മാറ്റി പിടിക്കുമെന്ന് വെച്ചാൽ ഞാൻ കോൾ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ സിനിമാ സമൂഹത്തിൽ തന്നെ കുറേ ആൾക്കാർ സഹായമായിട്ട് വരുന്നുണ്ട്. ഇത് സിനിമ, എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ സിനിമ റിലീസ് ചെയ്യണമെന്നില്ലേ ഒരാഗ്രഹം. ഞാനിപ്പോൾ അൻവർ റഷീദ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ അങ്ങോട്ട് സമീപിക്കുന്നുണ്ട്. അവരൊക്കെ അവരൊക്കെ ഒരു മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. അപ്പോൾ റിലീസ് ചെയ്തൊരു ക്യാമ്പയിൻ മൊത്തം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ അങ്ങോട്ട് സമീപിക്കുന്നുണ്ട്. ഈ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടൊന്നും ഇതൊന്നും സംസാരിച്ചിരുന്നില്ലേ? ഞാൻ എല്ലാവരോടും മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ ആരും അതിന് ഇതൊന്നും തന്നില്ല. 1-2 ആൾക്കാർ എന്നെ അജു സഹായിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നെ സഹായിച്ചു. പിന്നെ സന്ദീപ് സേനൻ ഞാനൊന്ന് കൂടി ഇത് ആയപ്പോൾ എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. സന്ദീപ് ഏട്ടൻ പ്രൊഡ്യൂസർ, അങ്ങനെ കുറേ ആൾക്കാർ സഹായിക്കാറുണ്ട്. ഈ സിനിമയുടെ എനിക്കൊന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ റിലീസിന് കുറച്ച് ദിവസം മുൻപാണ് പ്രൊഡ്യൂസർ മരിച്ചുപോയത് അല്ലേ? പ്രൊഡ്യൂസറല്ല, ഇത് റിലീസിന് മുന്നേ റൈറ്റർ നിസാമുക്ക. പിന്നെ പേര് മാറ്റി ഭാരത സർക്കാർ. ആദ്യത്തെ പേര് ഭാരത സർക്കാർ ഉൽപ്പന്നം, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. അങ്ങനെ സിനിമയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ സമയത്തെ നേരിടേണ്ടി വന്നു. അതെ, നല്ല ഭയങ്കരമായിട്ട് ഭയങ്കര പ്രയാസത്തിലാക്കി. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ നമ്മൾ കരയാത്ത ദിവസങ്ങളില്ല ജീവിതത്തിൽ. പിന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടത്. സാമ്പത്തികമായി എത്ര നഷ്ടമാണ് സിനിമയിൽ നിന്നുണ്ടായത്? ആ സിനിമ 3-3.5 കോടി രൂപ നഷ്ടം വന്നു. ഡിസ്ട്രിബ്യൂഷൻ അടക്കം 3.5 കോടി രൂപ നഷ്ടം വന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ പക്ഷെ വലിയ OTT-യിൽ ഇറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? OTT-യിൽ ഇറങ്ങിയില്ല. OTT-യിൽ ഇറങ്ങി നമുക്ക് കച്ചവടം അവിടെ. പക്ഷേ ഇപ്പോൾ OTT-യിൽ 25 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷത്തിനൊക്കെ ചോദിക്കും. നമ്മളത് കൊടുത്തിട്ട് കാര്യമില്ല, നമ്മളെ കടം തീരില്ല. പിന്നെ അതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി പിന്നെ വീണ്ടും ഓടേണ്ടി വരും. ഞാൻ ജീവിതത്തിൽ കുറച്ചാക്കല്ലേ കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ളവർ സിനിമ വിറ്റ് പൈസ സാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അവസ്ഥ. സാമ്പത്തിക ബാധ്യതയായിട്ട് ഇപ്പോൾ എത്ര രൂപയാണ്? ഇപ്പോൾ എല്ലാം ഈ സിനിമയിൽ അടക്കം ഞാനിതിൽ കുറേ പൈസ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടക്കം ഈ പറഞ്ഞ പൈസയാണ് ബാധ്യത. 3.5 കോടി, എല്ലാം കൂടി പേഴ്സണൽ ബാധ്യത അടക്കം 4 കോടി രൂപയുടെ അടുത്ത് വരും. അങ്ങനെയാണ് ഈ ഒരു ആത്മഹത്യ ശ്രമമൊക്കെ നടത്തിയത്. പിന്നെ ഞാൻ ഭയങ്കര ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയില്ല മനുഷ്യന്മാരെ കൈപിടിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്നെ ഒരു വിളിക്കുന്ന കൂട്ടത്തിൽ പ്രൊഡക്ഷനിലെ ബാബുവേട്ടൻ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു.
അപ്പോൾ ബാബുവേട്ടൻ പറയുന്നത് വെച്ചാൽ പിന്നെ കൊറോണ സമയത്ത് ഞാൻ കുറേ എങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സഹായിച്ചു, നമ്മുടെ പ്രൊഡക്ഷനിൽ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാം, എനിക്ക് ഇങ്ങനെ ഇതാക്കി തരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരിലാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഈ പെട്ടുപോയ മനുഷ്യന്മാരെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഒരു നല്ല കാലത്ത്. ഇപ്പോൾ എനിക്കങ്ങനെ പറ്റില്ല. അവരൊക്കെ നമ്മളെ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ്. എന്തായാലും ചിത്രം റിലീസ് ആകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. കൂടെ നിൽക്കണം, എല്ലാവരും കൂടെ നിന്ന് അതൊരു ആൾക്കാരെ ഒരു പ്രീ ബുക്കിംഗ് ഒക്കെ നടത്തി ആൾക്കാരെ കയറ്റി കഴിഞ്ഞാൽ അതൊരു കേരളത്തിലെ ഒരു അതിജീവനത്തിൻ്റെ വേറൊരു സംഭവമായി മാറും. എന്നാലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ്. ചിത്രം റിലീസിന് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സുബീഷ് ഉള്ളത്. അപ്പം ഈ സിനിമ പ്രേക്ഷകർ ഒന്നും കൂടി കാണണം, സഹായിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.